അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാ സ്വലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സ്നേഹമുള്ള സഹോദരങ്ങളെ, ഈ മഹാപ്രപഞ്ചത്തിൽ ജീവിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹങ്ങൾ ഓരോ നിമിഷവും അനുഭവിച്ച് ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഓരോരുത്തരും. അള്ളാഹു നമുക്ക് കനിഞ്ഞു നൽകിയ അനുഗ്രഹങ്ങളെ എണ്ണി തിട്ടപ്പെടുത്താൻ നമ്മൾ പരിശ്രമിച്ചാൽ നമുക്കൊരിക്കലും അതിന് കഴിയില്ല. നമ്മുടെ ജീവിതത്തിൻ്റെ അവസാന ശ്വാസം നിലക്കും വരെയും അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെ എണ്ണി തീർക്കാൻ നമ്മൾ പരിശ്രമിച്ചാൽ പോലും നമുക്കത് സാധ്യമല്ല. അത്രമേൽ അനുഗ്രഹങ്ങളാണ് നമ്മൾ അനുഭവിച്ച് ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നത്. നമുക്ക് പടച്ചറബ് കനിഞ്ഞു നൽകിയ അനുഗ്രഹങ്ങളിൽ ഏറെ ശ്രദ്ധേയമായ മഹത്തായ അനുഗ്രഹമാണ് മുസ്ലിമായി ജീവിക്കുവാനുള്ള മഹാസൗഭാഗ്യം ലഭിച്ചു എന്നത്. ഈ മഹാപ്രപഞ്ചത്തിൻ്റെ നാഥന് സ്വന്തത്തെ സമർപ്പിച്ച് ജീവിക്കുവാനുള്ള, അള്ളാഹുവിന് സ്വന്തത്തെ സമർപ്പിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്തുവാൻ കഴിയുക എന്ന വലിയ അനുഗ്രഹമാണ് അള്ളാഹു നമുക്ക് കനിഞ്ഞു നൽകിയത്. മുസ്ലിമായി ജീവിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പ്രാർത്ഥനകളിൽ നമ്മൾ കാര്യമായി അള്ളാഹുവിനോട് ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥന യൂസഫ് അലൈഹിസ്സലാത്തു വസ്സലാമയിലും നമുക്ക് കാണാൻ കഴിയും. യൂസഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചത് തവഫനി മുസ്ലിമൻ വാൽഹിഖ്നി ബിസ്സാലിഹീൻ എന്നാണ്. നീ എന്നെ മുസ്ലിമാക്കി മരിപ്പിക്കണമേ, എന്നെ നീ സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തേണമേ എന്നാണ് മഹാനായ പ്രവാചകൻ യൂസഫ് അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിച്ചത്. എല്ലാ വെള്ളിയാഴ്ചയും മിമ്പറുകളിൽ നിന്ന് നമ്മൾ കേൾക്കുന്ന ശ്രദ്ധേയമായ ഒരു ആയത്തുണ്ട്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി. വിശ്വാസികളെ, സാധ്യമാം വിധം നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക. വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. മുസ്ലിമായി കൊണ്ടല്ലാതെ നിങ്ങൾ ആരും മരിച്ചു പോകരുതേ എന്നാണ് അള്ളാഹു ഉപദേശിക്കുന്നത്. സഹോദരങ്ങളെ, ഇത് അള്ളാഹുവിൻ്റെ ശ്രദ്ധേയമായ ഉപദേശമാണ്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ മുന്നിൽ കൈകൾ ഉയർത്തുക, ഹൃദയം തുറന്ന് പടച്ചറബിനോട് പ്രാർത്ഥിക്കുക. മുസ്ലിമായി ജീവിക്കാനും മുസ്ലിമായി മരിക്കുവാനുമുള്ള മഹാസൗഭാഗ്യത്തിന് വേണ്ടി ഈ ലോകത്ത് നിന്ന് എപ്പോഴാണ് നമ്മൾ ഓരോരുത്തരും വിട പറയുക എന്ന് നമുക്ക് ആർക്കും അറിയില്ല. പക്ഷേ എന്ന് എപ്പോൾ വിട പറയുകയാണെങ്കിലും അള്ളാഹുവിന് പൂർണ്ണമായും വിധേയമായി കൊണ്ട് മുസ്ലിമായി മരിക്കുവാനുള്ള മഹാസൗഭാഗ്യത്തിന് വേണ്ടി അള്ളാഹുവിൻ്റെ മുന്നിൽ കൈകൾ ഉയർത്താൻ, ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കാൻ നമ്മൾ സമയം കണ്ടെത്തിയേ മതിയാവും.